ഈ താരങ്ങളെ നമുക്ക് പ്രിയപ്പെട്ടവരാക്കുന്നതിൽ വലിയ പങ്കും മികച്ച കഥകൾ അവരുടെ മുന്നിൽ കൊണ്ടുകൊടുക്കുന്നവർക്കാണെന്ന് വീണ്ടും എനിക്ക് സ്വയം മനസ്സിലായ ഒരു സിനിമ. പറഞ്ഞു വരുന്നത് 2024 പുറത്തിറങ്ങിയ അർജുൻ അശോകൻ നായകനായ ആനന്ദ് ശ്രീബാല എന്ന സിനിമയെ പറ്റിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേ അർജുൻ അശോകൻ നായകനായ സുമതി വളവ് എന്ന സിനിമ കണ്ട് എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല ആ ഒരു നെഗറ്റീവ് ഫീലിംഗിന്റെ ബൈ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ എത്തിപ്പെട്ടത് ആ സിനിമയിലെ നായകനായ അർജുൻ അശോകന് മേലെയായിരുന്നു. അതായത് എന്നിലെ പ്രേക്ഷകന് അതൊരു മോശം സിനിമയായിരുന്നു. അങ്ങനെ ഒരു സിനിമയിലെ നായകൻ എന്ന നിലയ്ക്ക് അർജുൻ അശോകനോടും ഒരു വിരക്തി തോന്നിയിരുന്നു. എന്നാൽ ഇന്ന് ആനന്ദ് ശ്രീബാല കണ്ടപ്പോൾ അത് നേരെ മറച്ചായി. പുള്ളി നൈസാണ്, പക്ഷെ ഇതുപോലുള്ള പടങ്ങൾ കിട്ടണം. എനിവേസ് ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഈ പടം. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ കാര്യങ്ങൾ വളരെ ഫ്ലാറ്റ് ആയി പോയല്ലോ എന്ന് നമുക്ക് തോന്നും. അതായത് അത് വളരെ പ്രഡിക്റ്റബിളും അൺഎക്സൈറ്റിംഗുമായി പോയല്ലോ എന്ന്. പക്ഷെ അവരത് മാനേജ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ക്ലൈമാക്സിൽ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ വേറൊരു ക്വസ്റ്റ്യൻ വരും. ഇവരുടെ അന്വേഷണത്തിനിടയിൽ മുൻപ് പിടിക്കപ്പെട്ട മറ്റൊരാൾ ഔട്ട് ഓഫ് നോവർ ആ കുറ്റം ഏറ്റെടുക്കുന്നുണ്ട്. സോ ഒരു ഭാഗത്ത് ഇവർ പ്രതിയെ പിടിച്ചെങ്കിലും അപ്പൊ അതെന്തിനായിരിക്കും മറ്റേയാൾ അങ്ങനെ പറഞ്ഞതെന്നൊരു എലമെന്റ് ഇട്ട് തീരെ ഫ്ലാറ്റ് ആയി പോകുമായിരുന്ന ഒരു ക്ലൈമാക്സിനെ തിരക്കഥാകൃത്ത് രക്ഷിച്ചു നിർത്തി. അപ്പൊ ആകെ മൊത്തം പറഞ്ഞ ഒരു ഡീസന്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയാണ് ആനന്ദ് ശ്രീബാല. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടു നോക്കാം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു കേസുമായി ഈ സിനിമയുടെ പ്ലോട്ടിന് ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. എങ്ങനെ എന്ത് എന്നറിയില്ല. പണ്ടെപ്പോഴോ മാഞ്ഞുപോയ ആ ഒരു കേസ് ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഉയർന്നു വന്നത് നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന്റെ കമന്റ് ബോക്സിൽ നിന്നാണ് എനിക്ക് ഈ ഒരു സിനിമ കിട്ടുന്നത്.